വനിത ഒരു ദ്രോഹി, കുടുംബത്തിന്റെ മാനം ഇല്ലാതാക്കുന്നു. ആക്ഷേപിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ പ്രത്യാഘാതം വരും. എപ്പോഴും വിമർശനങ്ങളിൽപ്പെടുന്ന തമിഴ് നടിയാണ് വനിത വിജയകുമാർ. പ്രശസ്ത തമിഴ് നടൻ വിജയകുമാറിന്റെ മകളാണ് വനിത വിജയകുമാർ. നിരവധി മലയാളം സിനിമകളിലും വനിത വിജയകുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന ചിത്രത്തിലൂടെയാണ് മലയാളികൾക്കും വനിത സുപരിചിതയായത്. വനിതയുടെ സ്വകാര്യ ജീവിതമാണ് എപ്പോഴും നടിയെ വിവാദങ്ങളിൽപ്പെടുത്തിയിട്ടുള്ളത്. താരകുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് അതിവേഗത്തിൽ വനിതയ്ക്ക് എത്തിപ്പെടാൻ സാധിച്ചു. പക്ഷെ എന്നാൽ നടി ഇപ്പോൾ കുടുംബവുമായി അത്ര ചേർച്ചയിലല്ല. അച്ഛൻ വിജയകുമാറോ സഹോദരങ്ങളോ ഒന്നും വനിതയോടോ മക്കളോടോ ബന്ധം വെച്ച് പുലർത്തുന്നില്ല. നടൻ അരുൺ വിജയ് വനിതയുടെ സഹോദരനാണ്. തന്റെ ജീവിതം തകർത്തത് അച്ഛനാണെന്നാണ് വനിത പലപ്പോഴായി അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. നടി മഞ്ജുളയാണ് വനിതയുടെ അമ്മ. വിജയകുമാറിന്റെ മൂത്ത മകളാണ് വനിത. കുട്ടിക്കാലം മുതൽ അഭിനയത്തിൽ സജീവമായുള്ള വനിത വിജയ്ക്കൊപ്പം ചന്ദ്രലേഖ എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് മാണിക്യം എന്നൊരു സിനിമയിൽ കൂടി വനിത അഭിനയിച്ചു. ശേഷമാണ് ഹിറ്റ്ലർ ബ്രദേഴ്സിലൂടെ മലയാളത്തിലേക്ക് വനിത എത്തിയത്. ആ സിനിമയ്ക്ക് ശേഷം വനിത മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല. തെലുങ്കിലും തമിഴിലുമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. സിനിമാ അഭിനയത്തിന് പുറമെ തമിഴിലെ വിവിധ റിയാലിറ്റി ഷോകളിലെയും സജീവ സാന്നിധ്യമായിരുന്നു വനിത വിജയകുമാർ. ബിഗ് ബോസ് തമിഴിലും വനിത പങ്കെടുത്തിട്ടുണ്ട്. 2000-ലാണ് നടൻ ആകാശുമായുള്ള വനിതയുടെ വിവാഹം നടന്നത്. 2007-ൽ ഈ ബന്ധം വേർപെടുത്തി. അതിൽ വനിതയ്ക്ക് 2 കുട്ടികളുണ്ട്. അതിനുശേഷം അതേ വർഷം തന്നെ ബിസിനസ്സുകാരനായ ആനന്ദ് ജയരാജിനെ വനിത വിവാഹം ചെയ്തു. ഈ ബന്ധത്തിൽ വനിതയ്ക്കൊരു മകളുണ്ട്. 2012-ൽ ഇവർ വിവാഹമോചിതരായി. ശേഷം ആദ്യ വിവാഹബന്ധത്തിലെ 2 പെൺമക്കളുടെ സമ്മതത്തോടു കൂടി വനിത വിജയകുമാർ മൂന്നാമതും വിവാഹിതയായി. എഡിറ്റർ പീറ്റർ പോൾ ആയിരുന്നു വരൻ. എന്നാൽ നിയമപരമായി വിവാഹമോചനം നേടാതെയാണ് പീറ്റർ രണ്ടാമത് വിവാഹിതനായതെന്ന് ചൂണ്ടിക്കാണിച്ച് ആദ്യ ഭാര്യ എലിസബത്ത് ഹെലൻ രംഗത്ത് വന്നതോടെ താരവിവാഹം വിവാദമായി മാറി. മറ്റൊരു കുടുംബം തകർത്തുകൊണ്ട് വനിത വിവാഹം കഴിച്ചത് സിനിമാ താരങ്ങൾക്കിടയിൽ നിന്നുള്ള വിമർശനങ്ങൾക്കും വഴിയൊരുക്കി. എലിസബത്ത് ഹെലൻ രംഗത്ത് വന്നതോടെ താരവിവാഹം വിവാദമായി മാറി. വിവാദങ്ങളും വിമർശനങ്ങളുമെല്ലാം ഒതുങ്ങിയതിനു ശേഷം കുടുംബജീവിതം നല്ല രീതിയിൽ പോകുമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് മദ്യം വനിതയുടെ ജീവിതത്തിൽ വില്ലനാകുന്നത്. പീറ്റർ മുഴുക്കുടിയനായതോടെ ഇവരുടെ കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടായി. ശേഷം ഇരുവരും വേർപിരിഞ്ഞു. അടുത്തിടെയാണ് പീറ്റർ അന്തരിച്ചത്. ആദ്യ വിവാഹത്തിൽ വനിതയ്ക്ക് പിറന്ന മകൻ അച്ഛനൊപ്പമാണ് താമസം. ഇപ്പോഴിതാ വനിതയെക്കുറിച്ച് സഹോദരൻ അരുൺ വിജയ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. തന്റെ പിതാവ് വിജയകുമാറിനെ കുറിച്ച് നിരന്തരമായി അപവാദങ്ങൾ വനിത പറയുന്നുണ്ടെന്നും അത് ഇനിയും തുടർന്നാൽ വനിത പ്രത്യാഘാതം നേരിടുമെന്നാണ് വൈറലാകുന്ന അഭിമുഖത്തിൽ അരുൺ വിജയ് പറഞ്ഞത്. വനിത ഒരു ദ്രോഹിയാണ്. അവൾ എൻ്റെ പിതാവ് പറയുന്നത് കേട്ടില്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയായത്. ഞങ്ങൾ അച്ഛൻ്റെ വാക്കുകൾ കേട്ടു. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ നല്ല നിലയിലാണ്. വനിത എങ്ങനെയുള്ള ആളാണ്? അവൾക്ക് സ്വയബുദ്ധിയുണ്ടോ? അവളുടെ പ്രവർത്തനങ്ങൾ എത്ര മോശമാണ് എന്നൊക്കെ ലോകം മുഴുവൻ കാണുന്നതും അവർക്ക് അറിയാവുന്നതുമാണ്. അവളുടെ വ്യക്തിപരമായ മോശം പ്രവൃത്തികളും തെറ്റായ ബുദ്ധിയും കാരണമാണ് വനിത ഈ അവസ്ഥയിലായിരിക്കുന്നത്. പക്ഷെ അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞങ്ങളാണെന്ന് അവൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നു. ഞങ്ങളുടെ അച്ഛനെ പറ്റി പറയുന്നത് വനിത നിർത്തണം. ഇല്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ വനിത നേരിടേണ്ടി വരുമെന്നും അരുൺ വിജയ് പറഞ്ഞു.